എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ പ്രസ്തുത വീഡിയോയിൽ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് MI11 ലൈറ്റ് എന്ന് പറയുന്ന ഫോണിനെ കുറിച്ചാണ്. ഈ ഫോണിനെ കുറിച്ച് പറയാൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ വരുന്ന ബിഗ് ബില്ലുണ്ടായിരിക്കും, അതുപോലെ തന്നെ ആമസോണിൻ്റെ പ്രൈം ഡേയിലും 20,000 രൂപ താഴെയിൽ വിൽക്കാൻ ചാൻസ് ഉള്ള ഒരു ഫോണുകളിലൊന്നാണ് MI11 ലൈറ്റ് എന്ന് പറയുന്ന ഫോൺ. അതായത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിന് തൊട്ട് മുകളിലായിട്ടുള്ളൂ അല്ലെങ്കിൽ പ്രീമിയത്തിൻ്റെ അടുത്ത് വരുന്നതുമായിട്ടുള്ള ഫോണുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാവുന്ന ബെസ്റ്റ് ഫോണാണ് MI11 ലൈറ്റ് എന്ന് പറയുന്ന ഫോൺ. ഇനി അത് പിന്നെ നമുക്ക് ഷവോമിനെ കുറിച്ച് പറയാം. ഷവോമി എന്ന് പറയുന്നത് ചൈനീസ് ബ്രാൻഡാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഷവോമിക്ക് 3 ബ്രാൻഡുകൾ അല്ലെങ്കിൽ 3 സബ് ബ്രാൻഡുകൾ ഇന്ത്യയിലുണ്ട്. ഒന്നാമത്തെ സബ് ബ്രാൻഡിൻ്റെ പേര് റെഡ്മി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഷവോമിയുടെ ബഡ്ജറ്റ് സബ് ബ്രാൻഡാണ് റെഡ്മി എന്ന് പറയുന്നത്. അതുകൂടാണ്ട് MI എന്ന് പറഞ്ഞ ബ്രാൻഡ് MI എന്ന് പറഞ്ഞ ബ്രാൻഡ് പ്രീമിയം സെഗ്മെൻറ്റിൽ ഫോണിൽ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് ഇന്ത്യയിൽ MI എന്ന് പറയുന്നത്. അതുകൂടാണ്ട് പൊക്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കൂടിയുണ്ട്. പൊക്കോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫോണുകൾ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് MIയുടെ പൊക്കോ എന്ന് പറയുന്ന സീരീസ്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. MI11 ലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20,000 രൂപയ്ക്ക് താഴെ ഈ അടുത്ത ദിവസങ്ങളിൽ ഇറക്കാൻ ചാൻസ് ഉള്ള ഒരു ഫോണാണ് ഇത്. രണ്ട് റാം സ്പെസിഫിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. ഒന്ന് 6GB റാമും 8GB റാമും. അതുപോലെ തന്നെ ഇതിൻ്റെ റോം എന്ന് പറയുന്നത് 128 അതുപോലെ തന്നെ 64GB ആയിട്ട് 2 സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേ ആണ്. 402 PPI ഉള്ള AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 90 Hz റിഫ്രഷിംഗ് റേറ്റ് ഉള്ളത്. അതായത് നമ്മുടെ സാധാരണ ഫോൺ 60 Hz ആണ്, അതിനേക്കാളും 30 Hz കൂടുതലുള്ള വളരെ കണ്ണിന് ഒരു കുളിർമയേകുന്ന ഒരു ഡിസ്പ്ലേ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ ക്യാമറ സെറ്റപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 64, 8 മെഗാപിക്സൽ, 5 മെഗാപിക്സൽ. 64 എന്ന് പറയുന്നത് മെയിൻ ക്യാമറയും, അതുപോലെ തന്നെ 8 എന്ന് പറയുന്നത് മാക്രോയും, 5 മെഗാപിക്സൽ എന്ന് പറയുന്നത് അതിൻ്റെ ടെലി ക്യാമറയും കൂടി വരുന്ന ഒരു ഫോണാണ്. 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ ഇതിന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 250 മെഗാ ആംബിയറേജിൻ്റെ ലിഥിയം പോളിമർ അയോൺ ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ അത് അത്യാവശ്യം കേപ്പബിളാണ്. കാരണം ഇതിൻ്റെ പ്രോസസ്സറും അതുപോലെ തന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റിയും കൂടി കഴിഞ്ഞാൽ വളരെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രോസസ്സറാണ് ഇതിൻ്റെത്. അതുപോലെ തന്നെ പ്രോസസ്സറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങി. പ്രോസസ്സർ എന്ന് പറയുന്നത് 732G എന്ന് പറയുന്ന ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ്. വളരെ മികച്ച രീതിയിൽ മികച്ച പെർഫോമൻസ് തരുന്ന, മികച്ച ഗെയിമിംഗ് അനുഭവങ്ങൾ, അതുപോലെ തന്നെ മികച്ച 4G അനുഭവങ്ങൾ, പ്രോസസ്സിംഗ് കപ്പാസിറ്റിയൊക്കെ തരുന്ന ഒരു ഫോണിൻ്റെ ഒരു പ്രോസസ്സർ കപ്പാസിറ്റി ഉള്ളതാണ്. എപ്പോൾ മിഡ് ലെവലിൽ നിൽക്കുന്ന ഒരു പ്രോസസ്സറാണ് ഇതിൻ്റേത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. MIയുടെ UI12 എന്ന് പറയുന്ന UIലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ്.